ഇത് ഞങ്ങൾ തൃശ്ശൂരുകാരുടെ സ്വന്തം പരിപ്പ് കുത്തിക്കാച്ചിയത്. പണ്ട് അമ്മമ്മ പറഞ്ഞ് കേട്ടിട്ടുണ്ട്, ഒരു പരിപ്പ് കുത്തിക്കാച്ചിയതും ഒരു ഉണക്കമീൻ വറുത്തതുണ്ടെങ്കിൽ ഒരു പറ ചോറുണ്ണാന്ന്. നമുക്കിപ്പോൾ ഒരു പറയുന്നുമില്ലെങ്കിലും ഒരു കിണ്ണം ചോറുണ്ണാൻ ഇത് ധാരാളാട്ടോ. കൂടെ ഒരു ഉണക്കമുളക് ചുട്ട ചമ്മന്തി ഉണ്ടെങ്കിൽ പിന്നെ കുശാലായി. ഒരു 10 മിനിറ്റ് കൊണ്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു ഒഴിച്ചുകറിയാണ് കേട്ടോ നമ്മുടെ പരിപ്പ് കുത്തിക്കാച്ചിയത്. ഞാനിപ്പോൾ ഇവിടെ ഒരു മൺചട്ടിയാണ് പരിപ്പ് വേവിക്കാൻ എടുത്തിരിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ കുക്കറിലും പരിപ്പ് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നന്നായി വാഷ് ചെയ്തെടുത്ത പരിപ്പിലേക്ക് പാകത്തിന് വെള്ളവും ഒരു 2 തക്കാളിയും 2 പച്ചമുളകും കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും അത്രയും മതി കേട്ടോ നമുക്ക് ഈ പരിപ്പൊന്ന് വേവിച്ചെടുക്കാനായിട്ട്. ഇതെല്ലാം ചേർത്ത് ഒരു 10 മിനിറ്റ്, മൺചട്ടിയിലാണെങ്കിൽ ഒരു 10 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. കുക്കറിൽ ഇടുന്നവർക്കാണെങ്കിൽ ഒരൊറ്റ വിസിൽ മതിയായിരിക്കും കേട്ടോ. ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ പരിപ്പ് നന്നായി തിളച്ച് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇത്ര മതിയാവും വേവ്. അതിന് ശേഷം നമുക്ക് ഇനി ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം. പരിപ്പ് കാച്ചാനായിട്ട് നമുക്ക് വേണ്ടത് കുറച്ച് ഒരു 5-6 ചുവന്നുള്ളിയും ഒരു 5-6 വെളുത്തുള്ളിയും കുറച്ച് കറിവേപ്പിലയും കൂടെ നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കാം. അതിന് ശേഷം നമ്മൾ ചതച്ച മുളകില്ലേ, ചതച്ച മുളക് ഒരു 1-2 സ്പൂൺ ഇട്ടിട്ട് പാകത്തിന് എരിവ്, നമ്മുടെ എരിവിനനുസരിച്ച് നിങ്ങൾ അതിലിട്ട പച്ചമുളകിനനുസരിച്ച് നമുക്കിവിടെ ചതച്ച മുളകും കൂടെ ചേർത്ത് നന്നായി ഒന്ന് മൂപ്പിച്ചെടുത്തിട്ട് നമ്മുടെ പരിപ്പിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതാ ഒരു 10 മിനിറ്റ് കൊണ്ട് നമ്മുടെ അടിപൊളി പരിപ്പ് കുത്തിക്കാച്ചിയതായിട്ടുണ്ട് കേട്ടോ. വളരെ എളുപ്പത്തിൽ വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാവുന്ന ഒരു നല്ല ഒഴിച്ചുകറിയാണ്. പരിപ്പ് കുത്തിക്കാച്ചിയതിൻ്റെ കൂടെ ഒരു നല്ല കോമ്പിനേഷനാണ് കേട്ടോ ഏതെങ്കിലും ഉണക്കമീൻ കൂടെ വറുത്തുണ്ടെങ്കിൽ. ഞാനിപ്പോൾ ഇവിടെ മുള്ളനാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ മുള്ളൻ വറുക്കുമ്പോൾ അതിൽ കുറച്ച് ചതച്ച മുളകും കൂടെ ചേർത്ത് വറുത്ത് കഴിഞ്ഞാൽ അതൊരു പ്രത്യേക രുചിയാണ് കേട്ടോ. ഉണക്കമുള്ളതിന് കൂട്ടായി ഒരു ഉണക്കമുളക് ചമ്മന്തി കൂടി ആവാം അല്ലേ. അപ്പം നമുക്ക് കുറച്ച് ചുവന്നുള്ളിയും ഒരു 5-10 ചുവന്നുള്ളിയും ഒരു 3-4 വറ്റൽമുളക് വറുത്തെടുത്തതും ഒരു നെല്ലിക്ക വലുപ്പത്തിൽ വാളൻപുളിയും കുറച്ച് ഉപ്പും കറിവേപ്പിലയും ഒരു 1-2 സ്പൂൺ വെള്ളം കൂടി ചേർത്ത് നന്നായി ഒന്ന് ഇടിയോരിൽ വെച്ച് ചതച്ചെടുക്കാം കേട്ടോ. നമ്മൾ മിക്സിയിൽ ചമ്മന്തി അടിച്ചെടുക്കുന്നതിനേക്കാളും നല്ല ടേസ്റ്റാണ് നമ്മൾ ഈ ഇടിയോരിൽ വെച്ചിട്ട് ഇതെല്ലാം കൂടെ ചതച്ചെടുക്കുകയാണെങ്കിൽ. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളി ഉണക്കമുളക് ചമ്മന്തി കിട്ടുന്നുണ്ടോ നമുക്ക്. ഹെവി ഫുഡെല്ലാം കഴിച്ച് മടുത്തിരിക്കുമ്പോൾ നമുക്ക് എപ്പോഴെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്ന നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ നമ്മുടെ ഈ പരിപ്പ് കുത്തിക്കാച്ചിയതും ഉണക്കമുളക് ചമ്മന്തിയും ഉണക്കമീൻ വറുത്തതെല്ലാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.